കാസർഗോഡ് പടന്ന തെക്കേക്കാട് സ്കൂട്ടർ തീവെപ്പ് കേസിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചെന്നാരോപിച്ച് ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച്. CPM പടന്ന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് ക്രിമിനൽ ബുദ്ധിയോടെ കേസിൽ ഇടപെടുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. തെക്കേക്കാട്ടിലെ കെ പ്രീജിയുടെ സ്കൂട്ടറിന്റെ സീറ്റ് കത്തിയ സംഭവത്തിൽ ഈ മാസം 20-നാണ് CPIM പ്രവർത്തകരായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൈരളി വായനശാല പ്രസിഡന്റ് PV ഹരീഷ്, NRSC ക്ലബ്ബ് സെക്രട്ടറി PV ശ്രീജേഷ്, CV സഞ്ജയ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രീജിയുടെ ഭർത്തൃ സഹോദരനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്വാധീനത്തിന് വഴങ്ങി കള്ളത്തെളിവുണ്ടാക്കിയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പോലീസ് നടപടിയിൽ ദുരൂഹത ആരോപിച്ചാണ് നാട്ടുകാർ ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. CPIM പടന്ന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി K സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോലീസ് ക്രിമിനൽ ബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കുറ്റപ്പെടുത്തി. നിങ്ങൾ തന്നെ ചില അച്ചാരമാഫികളുണ്ട്. നിങ്ങൾ ലീഗുകാരന്റെ സർക്കാരും സ്വീകരിക്കുകയാണ്. നിങ്ങൾ നോക്കണോ, ആ 3 ചെറുപ്പക്കാരെ 436 വകുപ്പ് നിർത്തിയിട്ട സ്കൂട്ടർ എന്താ അതിന്റെ അടിക്കടി വെച്ചു. ഇവർ 3 പേര് പുറത്തിറക്കിയാൽ ക്രമസമാധാന പ്രശ്നം നാട്ടിനകത്ത് വലിയ പ്രശ്നങ്ങളാണ്. ഒറ്റപ്പെട്ട കാര്യമല്ല. നേരത്തെ പറഞ്ഞത് രാത്രി 2:30 ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ആ സമീപ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, വെളിച്ചമുണ്ട്, CCTV ഉണ്ടല്ലോ, നോക്ക്. തെക്കേക്കാട്ടിലെ മുൻ CPIM പ്രവർത്തകനായ PP രവിയുടെ ഭാര്യയാണ് കേസിലെ പരാതിക്കാരിയായ പ്രീജ. പോലീസ് ഇവർക്ക് കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും അറസ്റ്റിലായവരുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ ഭൂമി കയ്യേറി ക്ഷേത്രം നിർമ്മിച്ച് പണപ്പിരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ PP രവിക്കും കുടുംബത്തിനുമെതിരെയും പരാതി നൽകിയിരുന്നു. പിന്നാലെ ക്ഷേത്രം അടച്ചുപൂട്ടാൻ ഉത്തരവും വന്നു. ഇതിൽ പ്രകോപിതരായാണ് PP രവിയും കുടുംബവും നാട്ടിലെ ചെറുപ്പക്കാർക്കെതിരെ നിരന്തരം കള്ളപ്പരാതികൾ നൽകുന്നുവെന്നാണ് ആക്ഷേപം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.